ഇന്ന് രാവിലെ ഞാൻ ക്യാരറ്റ് ചീകിയിട്ട് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചിരട്ട നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ നിന്നും നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അതിന്റെ നടുക്കൊരു ഹോളൊക്കെ അവര് പ്രോപ്പർ ആയിട്ട് ഇട്ടിട്ട് നല്ല ട്രീറ്റ് ചെയ്ത ചിരട്ടകൾ അങ്ങനെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയുടെ കൂടെ പഞ്ചസാര ഇട്ടിട്ട് പുട്ട് പുഴുങ്ങി കഴിക്കാനൊരു മോഹം. അപ്പൊ അങ്ങനെ കഴിച്ചു കേട്ടോ. ബാലൻസ് ഉള്ളത് ഞാൻ അശു കൊച്ചിന് ചിക്കൻ കറി ഉണ്ട് ഇന്നലെ വെച്ചത്. ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഏത് സ്പെഷ്യലിന്റെ കൂടെ ഉപയോഗിക്കാം, സാധാരണ ഫുഡിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്കത് ഉപകാരമാവും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ ഇന്ന് ചിക്കൻ കറി അതുപോലെ ഒരു ജീരക റൈസും ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് നെയ്യ് എടുക്കുക. നെയ്യ് നമ്മൾ സെയിലുണ്ട് കേട്ടോ. നല്ല വയനാടൻ നെയ്യ്. ആവശ്യമുള്ളവര് ഈ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ. നട്ട്സ് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ വറുത്തെടുക്കുക. സെപ്പറേറ്റ് ആണ് നട്ട്സും മുന്തിരിയും ഞാൻ എപ്പോഴും വറുത്തെടുക്കുക. അല്ലെങ്കിൽ അതിന്റെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഡിസ്റ്റേസ്റ്റ് ആകും. അതുകൊണ്ട് അത് അങ്ങ് ആവശ്യത്തിന് ഞാൻ ഇടും കേട്ടോ. കുറച്ച് അധികവും ഇടും, ഇത്രയൊന്നും വേണമെന്നില്ല. അങ്ങനെ അപ്പൊ നല്ല വയനാടൻ നെയ്യിൽ അത് നമ്മൾ വറുത്ത് കോരി. ഇനി നമ്മൾ മുന്തിരി ആണെങ്കിലും കഴുകിയിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് കേട്ടോ. അതിനകത്തൊരു പൊടിയും അത് ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ അതും നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് അതും വറുത്ത് എടുത്തു. അതും ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ആ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേണ്ടത് വഴനയില, ഏലക്കായ, ഗ്രാമ്പൂ, കറുവപ്പട്ട, അത്രയും അത് ഇട്ട് ഒന്ന് വഴറ്റി അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന മന്തി റൈസിന്റെ ഒക്കെ അത്തരം റൈസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ബിരിയാണി റൈസും വേണമെങ്കിൽ എടുക്കാം. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് കുറച്ചും കൂടി നെയ്യ് ഞാൻ ചേർത്തു. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് കണക്കാക്കി നിങ്ങൾ എത്ര അരി എടുക്കുന്നോ അതനുസരിച്ച് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. ആ ഒരു രീതിയിൽ ഇതൊരു അരമണിക്കൂർ മുമ്പ് ഞാൻ കഴുകി ഊറ്റി വെച്ച അരിയാണ് കേട്ടോ. അത് ഇട്ടു. ഇനി അതിലേക്ക് ജീരകമാണ് ഇടേണ്ടത്. ജീരകം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. അതാണ് അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെക്കുക. 35 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. വേണമെങ്കിൽ തേങ്ങാപ്പാലും ഈ സമയത്ത് ചേർക്കാം. അങ്ങനെ ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് അടുത്ത നമ്മുടെ പ്രിപ്പറേഷൻ. എല്ല് കളഞ്ഞു വെച്ച് ചെറിയ പീസാക്കി എടുത്ത ചിക്കൻ ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പുതിനയും മല്ലിച്ചപ്പ്, ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളിയും, പിന്നെ ഞാൻ അതിലേക്ക് വെള്ളത്തിന് പകരം ഒഴിച്ചിരിക്കുന്നത് വിനാഗിരിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചിരുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. വളരെ കുറച്ച് മാത്രം. മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്. നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഗരം മസാല സെയിലുണ്ട്. അടിപൊളിയാണ്. എല്ലാ നോൺ വെജിനും ഉപയോഗിക്കാം. അപ്പൊ അത് ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിലേക്ക് പോരെ. അപ്പൊ ആ ഗരം മസാല ഒരു 2 ടീസ്പൂൺ ഇട്ടു. നിങ്ങൾ എടുക്കുന്ന ചിക്കന് അനുസരിച്ച് ഏകദേശം ഇടുക. അത്രയേ ഉള്ളൂ. പിന്നെ ഏലക്കായ ഇട്ടു. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇടാം. നല്ല ജീരകമാണ് എപ്പോഴും എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ലിറ്ററോളം തൈര് ഉപയോഗിക്കാം. 1/2 ലിറ്റർ പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ചാൽ മതി. ജീരകവും കൂടി ഇട്ടു. അങ്ങനെ ഇനിയിപ്പോ ഉപ്പ് നോക്കണം. ആദ്യം ഞാൻ ഉപ്പും കൂടി ആ ഒരു വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിന്റെ എല്ലാത്തിന്റെ ചെറിയൊരു എരിവുള്ളതുകൊണ്ട് ലാസ്റ്റ് ആണ് ഞാൻ മുളക് പൊടി ഇട്ടത്. നോക്കിയിട്ട് വേണം ഇടാൻ. കൂടുതൽ എരിവ് വേണമെങ്കിൽ ആ രീതിക്ക്, അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ ആ രീതിക്ക്. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഞാൻ ആ ഒരു ചിക്കനിലേക്ക് ഒഴിച്ചു അടുപ്പത്ത് വെച്ചു. 20 മിനിറ്റ് നമ്മൾ വേവിക്കണം. ഈ സമയം നമ്മുടെ അരി ഏകദേശം വെന്ത് ഒരു 20 മിനിറ്റോളം കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റോടെ വെച്ചാൽ മതി. ഒരു 30 മിനിറ്റ് മാക്സിമം 35 മിനിറ്റിനുള്ളിൽ മീഡിയം തീയിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ആ ഒരു സമയത്തിന് നമുക്ക് ചിക്കൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് മിൽക്ക് ക്രീമാണ് കേട്ടോ. 1 ബോട്ടിൽ മിൽക്ക് ക്രീം ചേർത്തു. ആ സമയത്ത് ഉപ്പൊക്കെ ഇന്ന് നോക്കുക. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം. ഇല്ല, എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇട്ടില്ലേ കുഴപ്പമൊന്നുമില്ല. മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫൈനലി നമ്മുടെ ആ ഒരു ചിക്കൻ കറി റെഡിയായി. അടിപൊളിയാണ്. ബോൺലെസ് ആണ്. അടിപൊളിയാണ്. എന്തിന്റെ കൂടെയും പാസ്സാണ്. ഇപ്പൊ നമ്മള് ഇതിൽ ക്യാരറ്റും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുന്തിരിയും ഇതും കൂടി ഇട്ടു. ആ കൂടെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു. അതും ഫൈനലി ഒന്നുകൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബട്ടറിലും നെയ്യിലും ഒക്കെ കിടന്നുകൊണ്ട് അത് നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് വെന്തിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ്. ഈ ഒരു ചിക്കൻ കറി ഏത് ചപ്പാത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും എന്തിന്റെ കൂടെയും പാസ്സാണ്. ചോറിന്റെ കൂടെയും ഓക്കെയാണ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ വെറും 30 മിനിറ്റ് കൊണ്ട് നല്ല 2 സ്പെഷ്യലും ഉണ്ടാക്കി അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണം കേട്ടോ.